അതുപോലെ നമ്മുടെ സ്റ്റൗ ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ സ്റ്റൗ ഒക്കെ മേടിച്ചിട്ട് വരണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ അടുപ്പൊക്കെ കൂട്ടി നമുക്കൊരു മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഒരു പാത്രം ഒക്കെ കൊണ്ടു പോന്നിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ആക്ച്വലി ഹാപ്പിയായി. എന്ന് വെച്ചെങ്കിൽ നമുക്കിവിടെ സെറ്റപ്പായിട്ട് തീയിടാം. ബിക്കോസ് നമ്മളിങ്ങനെ നിറച്ച് ഇങ്ങനെ ലീവ്സ് ഒക്കെ വീണെടുക്കുന്നിടത്ത് തീയിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കാട്ടു തീയായി പോവും. അപ്പോൾ നമുക്കാണെങ്കിൽ ഓഗസ്റ്റ് വരെ ആക്ച്വലി ഇവിടെ തീയിടാൻ പാടില്ല. അപ്പോൾ ഇവിടെ കറക്റ്റ് ഒക്ടോബറിലേക്ക് കടന്ന കാരണമാണ് നമുക്കിവിടെ തീയിടാൻ പറ്റുന്നത് തന്നെ. നമുക്കിവിടെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള വുഡ് കുറച്ചുകൂടി നമ്മൾ മുകളിൽ കണ്ടു. അപ്പോൾ അത് എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോയേക്കാം. സെറ്റാണ്, നമ്മളൊന്ന് പൊളിക്കും. ദേ അവിടെ ഒരാൾ നിൽക്കണുണ്ടോ? ദൈവമേ, ചെറിയൊരു വുഡ് കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടിട്ട് ക്യാമ്പ് സെറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും ഒടുക്കത്തെ തണുപ്പായി തുടങ്ങി. നമ്മൾ നടത്തൊക്കെ നിർത്തി നമ്മളിങ്ങനെ നിന്നപ്പോൾ ഭയങ്കര തണുപ്പടിച്ചു. ഒരു രക്ഷയില്ല തണുപ്പ്, ഒരു രക്ഷയില്ല. എൻ്റെ കൈയൊക്കെ വേദന എടുത്തിട്ട് വെള്ളം. ടെന്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്പറേറ്റ് ആയിട്ട് വന്നിട്ടാട്ടോ നമ്മൾ ഫയർ പ്ലേസ് ഇടുന്നത്. തണുത്തിട്ട് ഒരു രക്ഷയില്ല. ഓൾമോസ്റ്റ് കരയാറായി ഞാൻ. ബിക്കോസ് എനിക്ക് എൻ്റെ കൈയൊക്കെ വേദന എടുത്തിട്ട് പാടില്ല. എൻ്റെ ഫീറ്റിൻ്റെ ടോസും വേദന എടുത്തു തുടങ്ങി. ഇനിയിപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയാലും ഹീറ്റിംഗ് സോഴ്സ് ഇല്ലല്ലോ. അപ്പോൾ കൂടുതൽ ഡ്രസ്സ് ഇട്ട് കിടക്കാമെന്നുള്ളൂ. എന്തെങ്കിലും ചൂട് കഴിച്ച് തീ പിടിപ്പിക്കണുള്ളൂ. ഇവിടെ ആണെങ്കിൽ ഇരുട്ടായി. അപ്പോൾ കണ്ണ് കാണാൻ പറ്റാണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അവരൊക്കെ തീ ഇട്ടു കണ്ടോ, അവരൊക്കെ സെറ്റായി. അയ്യോ, ഇത് ഏത് ഇതോ തൊപ്പിടുത്തേ? ഒരെണ്ണം കത്തില്ല. It was at this moment that he knew he fucked up.